എന്റെ ഇനിയുള്ള ഓരോ ദിവസത്തെ കുളിയും കേരളത്തിലെ ഭരണ സംവിധാനത്തിനെതിരായിട്ടാണ്. ഇരട്ടച്ചങ്കന്റെ ഭാര്യയൊക്കെ നോക്കൂല്ലാത്ത ഒരു സാധനവും എനിക്കില്ല. മന്ത്രി ബിന്ദുവിനില്ലാത്ത ഒരു സാധനവും എനിക്കില്ല. മുഖ്യമന്ത്രിയുടെ ഭരണത്തിനെതിരെ ഒരു കുളിസീൻ ഡെഡിക്കേഷനുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു യുവതി. അവർക്ക് ഒരു 58 വയസ്സുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശ്രീലത എന്നാണ് പേര്. പക്ഷെ അവർ ഈ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ്, ഒറ്റപ്പെടുത്തലാണ്, അടിച്ചമർത്തലാണ് അവർക്കെതിരെ അവർ ജോലി ചെയ്യുന്ന സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്നത്. ആ സ്ത്രീയെ പറ്റിയിട്ട് ഒന്ന് പറയാമോ? എന്താണ് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ശ്രീലത എന്നാണ് അവരുടെ പേര്. കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ്. 1.5 വർഷം മുമ്പ് അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. പക്ഷേ അതിന് മുൻപേ ഉള്ള ശ്രീലതയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. സത്യത്തിൽ ഇന്നലെ ഞാനിങ്ങനെ ഇൻസ്റ്റയൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴോ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണെന്ന് തോന്നുന്നു, ഇവരുടെ ഒരു കുളിസീൻ ഇങ്ങനെ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു, ലൈവായിട്ടാണ്. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കണേ, അയ്യേ ലൈവായിട്ടൊരു സ്ത്രീ കുളിക്കുന്നു, ഇവർക്ക് എന്തിൻ്റെ കേടാന്ന് വെച്ചാൽ അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ ഞാൻ നോക്കി. ഭയങ്കര മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റാണ്. അപ്പം ഞാനിങ്ങനെ വാർത്തകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഒരാൾ നമ്മളെ പോലെ ഒരു മാധ്യമപ്രവർത്തക ഒരു വാർത്ത ചെയ്തിരിക്കുന്നു ഇതേപ്പറ്റി. അപ്പോൾ ഞാൻ ആ വാർത്തയിൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു. മറ്റു കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സത്യത്തിൽ അവരുടെ അവസ്ഥ കൊണ്ട് അവർ ചെയ്തു പോകുന്നതാണത് എന്നുള്ളതാണ്. വേറെ നിവർത്തിയില്ല അവരെ കൊണ്ട് എന്നുള്ളതാണ്. അവരുടെ ജീവിതം നമ്മളൊന്ന് നോക്കിയാൽ 15-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ ആളാണ് ഈ ശ്രീലത എന്ന് പറയുന്ന സ്ത്രീ. 19-ാമത്തെ വയസ്സിൽ അവരുടെ ആദ്യ മകൾ ജനിക്കുന്നു. ആദ്യ മകൾ ജനിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ രണ്ടാമത് അവർ വീണ്ടും ഗർഭിണിയായി. ആ സമയത്ത് ഭർത്താവ് വളരെയധികം മദ്യപാനിയായിരുന്നു. അവരെ വിട്ട് അയാൾ പോവുകയും ചെയ്തു. ഈ രണ്ടാമത്തെ മകൻ്റെ മുഖം പോലും ഈ ഭർത്താവ് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. 15 വയസ്സിൽ വിവാഹിതയായ ഒരു സ്ത്രീ ഒരു അധ്യാപികയാകണമെങ്കിൽ അവർ എന്തുമാത്രം ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്ത് നേടിയ ഒരു ജോലിയായിരിക്കണം അത്. അതും ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയാണ് അവർ. അവിടെ നിന്ന് മക്കളുടെ ജീവിതം കരിപിടിപ്പിക്കാനായി അവർ ഒരുപാട് ത്യാഗങ്ങളും മറ്റ് പ്രയാസങ്ങളും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ, നമുക്കറിയാം ഉണ്ടാകുന്ന സെക്ഷൽ ബുദ്ധിമുട്ടുകൾ, മാനസികമായ സമ്മർദ്ദങ്ങൾ, പീഡനങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അവർ അതിലൊന്നും ചെന്നുപെടാതെ ഒരു ലിവിങ് ടുഗദറിനോ ഒരു രണ്ടാം വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുക ഇപ്പോഴത്തെ ഈ പുതിയ തലമുറയുടെ കുറേ പേരുകളുണ്ടല്ലോ, അതിലൊന്നും ചെന്നുപെടാതെ അവർ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഒരു സ്ത്രീയാണ് ശ്രീലത എന്ന് പറയുന്നത്. മകളുണ്ട്. മകൾ ഇപ്പോൾ UK സ്വന്തം പ്രയത്നം കൊണ്ട് UK ജോലി നേടി മകൾ UK മകൻ ബാംഗ്ലൂരിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷം വൃദ്ധയായ ഒരു അമ്മയുണ്ട്. അവർക്ക് 78 വയസ്സായി. അപ്പോൾ അമ്മയെ നോക്കി അവർ ഈ അധ്യാപിക ജീവിതവുമൊക്കെയായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് 1.5 വർഷം മുമ്പ് അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. കാരണം അവർക്ക് വലിയ സുഹൃത്തുക്കളില്ല, ബന്ധുക്കളില്ല, ഒറ്റപ്പെട്ടുള്ള ജീവിതമാണ്. മക്കൾ രണ്ടിടത്താണ്. അപ്പോൾ സംസാരിക്കാൻ ആരുമില്ല. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനായി അവർ ഒരു ശ്രീലു എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അവിടെ നിന്നാണ് അവരുടെ ജീവിതത്തിൻ്റെ ദുരന്തം ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ഇവരുടെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെ, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സഹപ്രവർത്തകനായ ഒരു അധ്യാപകനോ അവിടുത്തെ സ്റ്റാഫോ ഇയാൾ ബാത്റൂമിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഇന്ന് രാത്രി 8 മണിക്ക് ശ്രീലതയുടെ നഗ്ന വീഡിയോ ലൈവ് ഉണ്ട് എന്നാണ്. അപ്പോൾ നമുക്കറിയാം പണ്ട് മൂത്രപ്പുരകളിലൊക്കെ ഈ ലവിൻ്റെ ചിഹ്നമൊക്കെ ഇട്ടൊക്കെ എഴുതി വെക്കുന്ന കാര്യങ്ങളൊക്കെ, ഇത് അത്യാവശ്യം വിവരമുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. CPMൻ്റെ നിയന്ത്രണത്തിലുള്ള കോളേജാണെങ്കിൽ തന്നെ അവിടെ വരുന്നതൊക്കെ അത്യാവശ്യം CPMകാരല്ലാത്ത വിവരമുള്ളവരും വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവർക്കിത് വായിച്ചാൽ മനസ്സിലാകും. ഇവർ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചു. 1.5 മാസത്തോളം ഇവർ നിരാഹാരം ഇരുന്നു ആ കോളേജിന് മുന്നിൽ. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററിന്റെ ഗുണ്ടകളാണ് ആ കോളേജ് ഭരിക്കുന്നത്. CPMൻ്റെ ഗുണ്ടകൾ ഭരിക്കുന്ന ഒരു കോളേജാണ്. അപ്പോൾ അതെ, അയാളും വളരെ പിടിപാടുള്ള ഒരാളാണ്. അതുകൊണ്ട് അയാൾക്കെതിരെ 1.5 മാസത്തോളം നടപടിയെടുത്തിൽ അവസാനം നടപടി എടുത്തേ മതിയാകൂ എന്ന് കണ്ടപ്പോൾ ഇയാൾക്കെതിരെ ചില നടപടികൾ കോളേജ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള ചില നടപടികൾ കോളേജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ സസ്പെൻഷൻ ഇപ്പോൾ സഖാക്കൾക്കൊരു സംരക്ഷണമാണ്, അവരെ രക്ഷിക്കലാണ് സസ്പെൻഷനിലൂടെ നമുക്കറിയാമത്. അപ്പോൾ ഇവർക്കൊരു അച്ചടക്ക നടപടി എന്നുള്ള രീതിയിൽ ഇവരെ കോഴിക്കോടേക്ക്
സ്ഥലം മാറ്റുന്നു. ഒരു പാവം വൃദ്ധയായ ഒരു അമ്മയെ നോക്കേണ്ട ഒരു സ്ത്രീയാണ് ഏകദേശം 140 കിലോമീറ്ററോളം സഞ്ചരിച്ച് ജോലിക്ക് പോവുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇവർ അതിനെതിരെ പരാതി നൽകുന്നു. തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ വലിയ പരാതി നൽകുന്നു. കാരണം ഇവരെ വലിയ രീതിയിൽ ഉപദ്രവിക്കാനും ഇവരെ മാനസികമായി തകർക്കാനും ഒക്കെ നോക്കി. ഈ കോളേജിൻ്റെ ഈ മൂത്രപ്പുരയിൽ എഴുതി വെച്ച ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഇവർക്ക് തോന്നി, ആ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കണം, തനിക്കെതിരെ ഇത്തരത്തിൽ വൃത്തികേട് കാണിച്ചവനെതിരെ നടപടിയെടുക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി. ആ പരാതിയൊന്നും ഒരിടവും എത്തിയില്ല എന്നുള്ളതാണ്. അത് കുറേ പോരാടി. കാരണം ജീവിതത്തിൽ 15ാമത്തെ വയസ്സ് മുതൽ പോരാടുന്ന ഒരു സ്ത്രീയാണ്. ഇവരിടുന്ന വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ഈ തള്ളയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ, ഈ തള്ളയെ പിടിച്ച് ചങ്ങലക്കിട്, ഈ സ്ത്രീക്ക് മറ്റെന്തോ കുഴപ്പമുണ്ട്, ഇവൾക്ക് കാമപ്രാന്താണ്, ഇവൾ വെടിയാണ്, ഇവൾ വേറെ വൃത്തികെട്ടവളാണ്, ഇവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശം തരത്തിലുള്ള കമൻറ്റുകളാണ് ഇവർക്കെതിരെ വരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥ സംഭവം? ആ സ്ത്രീ അനുഭവിച്ച വേദന എന്താണ്? ഒരു ബ്രാഹ്മണ യുവതിയാണ് അവർ. 15ാം വയസ്സിൽ വിവാഹിതയായി ഈ ഇത്രയും വർഷം വരെ അവർ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചായിരിക്കും ജീവിച്ചത് എന്നൊന്ന് ആലോചിച്ച് പോലും നോക്കാതെയാണ് അവർക്കെതിരെ ഈ ഇത്തരം വൃത്തികേടുകൾ ഈ സഹപ്രവർത്തകൻ ഒരു സ്ത്രീക്കെതിരെ എഴുതി. നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ. കഷായം ഗ്രീഷ്മയെ പിന്തുണച്ചവരുണ്ട്, ഗോവിന്ദചാമിയെ പിന്തുണയ്ക്കുന്നവരുണ്ട്, അമീർ ഉൽ ഇസ്ലാമിനെ പിന്തുണയ്ക്കുന്നവരുണ്ട്. ഇവിടെ എന്തിനേറെ പറയുന്ന വലിയ വലിയ ക്രിമിനലുകൾ ഇറങ്ങുമ്പോൾ അവരെ മാലയിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. ഇവിടെ ആ നാട്ടിലാണ് ഒരു സ്ത്രീ ഒരു നിവർത്തിയും ഇല്ലാതെ ഒരു വേറിട്ട പ്രതിഷേധം, ഒരു പബ്ലിക് സ്ഥലത്ത് വന്നൊരു സ്ത്രീ കുളിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തണമെങ്കിൽ അവരെന്തുമാത്രം മാനസികമായി അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. നമ്മളൊക്കെ ആദ്യം കാണുമ്പോൾ ഇവർക്ക് എന്താ എന്തിന്റെ കേടാന്ന് ചോദിക്കും. ഇതിൽ ശരിക്കും ഇവരുടെ ഒരു ഒറ്റപ്പെട്ട ജീവിതത്തിൽ നിന്ന് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ ഈ യൂട്യൂബ് ചാനലിൽ ഇവർ കുളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഞാൻ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. ഇവരെന്ത് പറഞ്ഞുകൊണ്ടാണ് കുളിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധത്തിന്റെ സൂചകമായിട്ട് തന്നെയാണല്ലോ കൃത്യമായിട്ടും അതായത് ഈ സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് അതിൽ ഇവരനുഭവിക്കുന്ന പല രീതിയിലുള്ള ഒരു ജനം എന്ന നിലയിൽ അവരുടെ പ്രതിഷേധമാണ് അവരത് ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ അവർ ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പം ഇത് ചെയ്യാനുള്ള മൗലികമായിട്ടുള്ള അവകാശം ഈ നാട്ടിലുള്ള എല്ലാ പൗരന്മാർക്കും ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അവർ സ്വന്തം യൂട്യൂബിലാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇതിനെതിരെ സ്വന്തം തൊഴിലിടത്ത് ആ പേരും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളും അല്ലെങ്കിൽ അധിക്ഷേപങ്ങളും സ്വന്തം വർക്ക് ചെയ്യുന്ന ഒരു പ്രവർത്തകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ദാരുണവും അതോടൊപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള സംഭവമാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ചും ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ. കാരണം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് ഈ എഴുതിയവന്റെ തറവാട് സ്വത്തല്ല, അത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. അവനെങ്ങനെ അതിന്റെ ചുമരുകളിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപികക്കെതിരെ യൂട്യൂബിൽ ഇത്ര മണിക്ക് കുളിസീനുണ്ട് എല്ലാവരും കാണുക എന്ന് പറയുന്നത് എങ്ങനെ അയാൾക്ക് എഴുതാൻ തോന്നി എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം എന്ന് പറയുന്നത് അയാൾക്ക് ഈ സ്ത്രീയോട് ശ്രീലതയോട് എന്തോ തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യമുണ്ട്. എല്ലാ കാര്യങ്ങളെയും രാഷ്ട്രീയ കണ്ണോടുകൂടി മാത്രം കാണുന്ന ഒരു 4ാംകിട ഊളയായിരിക്കണം ഈ എഴുതി വെച്ച ആള് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് ഇത് എഴുതാൻ വേണ്ടിയിട്ട് തോന്നിയത്. അതായത് ഒരു അടിമയാണ് ആ ഒരു ആള് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീക്കെതിരെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗൗരവത്തോടു കൂടി കേരള സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഈ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ ഈ അധ്യാപികയെ ഒറ്റപ്പെടുത്തുക, അവരെ സ്ഥലം മാറ്റുക, അവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള നടപടികൾ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഇത് CPM-ന്റെ ഇന്നലെയും തുടങ്ങിയ ഒരു പ്രവണതയല്ല. ഇത് നേരത്തെ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള അവർക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ ഒറ്റപ്പെടുത്തുക, അനീതിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെയൊക്കെ അത് അവരുടെ ഒരു പൊതുവെയുള്ള ഒരു രീതിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിപ്പോ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ലബ് ഹൗസിലും സെക്രട്ടേറിയറ്റിന്റെ മുന്നിലും ചെന്നവർ പരസ്യമായി കുളിക്കുമെന്നാണ് പറയുന്നത്. അവർ അത് ചെയ്യും, കാരണം അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്. അത് അവരെ ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യുക. അത് വേണ്ട എങ്കിൽ അവരുടെ കാര്യത്തിൽ കൃത്യമായ തീരുമാനം എടുക്കാൻ സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുന്നോട്ട് വരട്ടെ.